ഗുളികകൾക്ക് നൽകുവാൻ കഴിയാത്ത സമാധാനം. യോഹന്നാൻ 14:25 മുതൽ 31 വരെ. ധ്യാനത്തിനായിട്ട് 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. മനസ്സിലുള്ള ചിരന്തനമായ ആഗ്രഹം സാധിക്കുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത്? കോടികളുടെ ഭാഗ്യക്കുറിയോ അത്യാകർഷമായ ജോലിയോ വീടോ മറ്റെന്തെങ്കിലുമോ കിട്ടുന്നതിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും അവ ലഭിക്കുകയും ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരാകുന്നു. എന്നാൽ ഇവയെല്ലാം നേടിയാലും നമുക്ക് കൈമോശം വരുന്ന ഒന്നുണ്ട്, സമാധാനം. നാം ആഗ്രഹിക്കുന്നത് എന്തു തന്നെ നേടിയാലും മനസ്സമാധാനമില്ലെങ്കിൽ എന്താണ് പ്രയോജനം? വില കൊടുത്ത് വാങ്ങാവുന്നതല്ല സമാധാനം. സമ്പൽ സമൃദ്ധിയുടെയും ശാസ്ത്രം കൈവച്ചിട്ടുള്ള നേട്ടങ്ങളുടെയും ഉച്ചകോടിയിലെത്തിയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ കൊടികുത്തി വാഴുന്ന സമാധാനമില്ലായ്മ ആ വസ്തുതയാണ് വിളംബരം ചെയ്യുന്നത്. വാർദ്ധക്യത്തിൻ്റെ പടി കടന്ന ഒരു പാശ്ചാത്യ വ്യക്തി ഇങ്ങനെ പറയുകയുണ്ടായി: ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് 55 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ മനസ്സിൻ്റെ അസ്വസ്ഥത ശമിപ്പിക്കുവാനുള്ള ഗുളികകൾ കൈവശമില്ലാത്ത ഒരൊറ്റ ആളിനെ പോലും അവിടെ കണ്ടിട്ടില്ലത്രേ. ഗുളികകളിൽ അടക്കം ചെയ്ത സമാധാനത്തിലാണ് സ്ത്രീപുരുഷ ഭേദമന്യേ പാശ്ചാത്യർ ഇന്ന് ആശ്രയിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടും ജനങ്ങളും മസ്തിഷ്കത്തെ മരവിപ്പിച്ച് സ്വസ്ഥത കൈവരുത്തുന്ന ലഹരി മരുന്നുകളെ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുന്നു. അസ്വസ്ഥതയുടെ മൂലകാരണം മനുഷ്യാത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഒരിക്കൽ പറയുകയുണ്ടായി. അതിന് എന്തെങ്കിലും ഫലപ്രദമായ പരിഹാരമാർഗമുണ്ടെങ്കിൽ അത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം മാത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരിക്കൽ ഒരു 18-കാരൻ പറഞ്ഞു: ശിഥിലമായ എൻ്റെ മനസ്സിനെ കൂട്ടിപ്പിടിച്ച് നിർത്തുവാൻ ആണ് ഞാൻ ലഹരി മരുന്ന് കഴിക്കുന്നതെന്ന്. മനുഷ്യ മനസ്സ് ശിഥിലമാകുന്നത് എങ്ങനെയാണെന്ന് ഗ്രഹിക്കുന്നതിന് മനഃശാസ്ത്രപരമായ ചില വസ്തുതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന് 2 മണ്ഡലങ്ങളുണ്ട്, ബോധമനസ്സും അബോധമനസ്സും. മനസ്സിൻ്റെ 10-1 ഭാഗം മാത്രമാണ് ബോധമനസ്സ്. 10-9 ഭാഗവും അബോധ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ടിയുടെ ഏറിയ ഭാഗവും വെള്ളത്തിൽ മറഞ്ഞു കിടക്കുന്ന പോലെ മനസ്സിൻ്റെ ഏറിയ ഭാഗവും അബോധമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബോധമനസ്സും അബോധമനസ്സും തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ സംഘർഷമാണ് അസ്വസ്ഥത ഉളവാക്കുന്നത്. മറ്റുള്ളവരോടുള്ള വിദ്വേഷം, ഭയം, പ്രതികാരചിന്ത മുതലായവ അബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കും. അവ ബോധമനസ്സും അബോധമനസ്സും തമ്മിലുള്ള സംഘർഷത്തിനെ വഴിതെളിയിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ലാതെ മനസ്സിൻ്റെ 2 മണ്ഡലങ്ങളെയും സമനിലയിൽ നിർത്തുക സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിന് ശാശ്വതമായ ശാന്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ബോധമനസ്സ് മാത്രമല്ല അബോധ മനസ്സും ദൈവത്തെ ഏൽപ്പിക്കണം. അതോടൊപ്പം അബോധമനസ്സിൻ്റെ പിള്ളമുറികളിൽ സൂക്ഷിച്ചിട്ടുള്ള വിദ്വേഷം, പ്രതികാരചിന്ത, ഭയം മുതലായവയും ദൈവത്തെ ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സമാധാനം നമുക്ക് കൈവരും. ഓർക്കണമേ, സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളുടെ കടമയുമാണ്. മത്തായി 5:9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കത്ത് ശുശ്രൂഷയിൽ എളിയ ദാസൻ.